Hello everyone. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7th ഇംഗ്ലീഷ് ചാപ്റ്റർ നമ്പർ 1 How far is the river ആണ്. Let's start. Let's read. Here is a boy who sets out on a trip to appreciate the beauty of nature. Where does he go? What does he see there? How does he feel? Let's find out. ഒരു ആൺകുട്ടി ഒരു യാത്ര പോവാണ്. എന്തിനു വേണ്ടിയിട്ട്? നേച്ചറിൻ്റെ, അതായത് പ്രകൃതിയുടെ ഭംഗിയെ ആസ്വദിക്കാനും പ്രശംസിക്കാനും വേണ്ടിയിട്ടാണ് ഈ കുട്ടി യാത്ര പോകുന്നത്. അവൻ എവിടെയാണ് പോകുന്നത്, അവൻ എന്താണ് അവിടെ കാണുന്നത്, അവൻ എന്താണ് അനുഭവപ്പെടുന്നത്, ഇതാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. How far is the river? Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു നദി ഉണ്ടായിരുന്നു. ഈ നദിയുടെയും ആൺകുട്ടിയുടെ ഇടയിലായിട്ട് ആരുണ്ടായിരുന്നു? ഒരു മലയുണ്ടായിരുന്നു. ദ ബോയ് വാസ് യങ് ആൻഡ് ദ റിവർ വാസ് സ്മോൾ. ഈ ആൺകുട്ടി ചെറിയൊരു കുട്ടിയായിരുന്നു, വലിയ പ്രായമൊന്നുമില്ല. ഈ നദിയാണെങ്കിലോ ഒരു കുഞ്ഞു നദിയായിരുന്നു. ബട്ട് ദ മൗണ്ടൻ വാസ് ബിഗ്. ഈ മല പക്ഷേ വളരെ വലിയൊരു മലയായിരുന്നു. ദ thickly forested mountain hid the river, but the boy knew it was there. thickly forested mountain എന്ന് വെച്ചാൽ എന്താണ്? കാട് പിടിച്ച് കിടക്കുന്ന മലയാണ്. hid the river. ഈ കാട് പിടിച്ച് കിടക്കുന്ന മലയുടെ പിറകിലായിട്ടാണ് നദി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നദി ഒളിച്ചിരിക്കുന്നൊരു അവസ്ഥയായിരുന്നു. ഹെഡ് എന്താണ്? ഹൈഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണല്ലേ. അപ്പോൾ ഈ കാട് പിടിച്ച് കിടന്ന മല ഈ നദിയെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദെയർ. പക്ഷേ ഈ ആൺകുട്ടിക്ക് എന്തറിയായിരുന്നു? ഈ നദി അവിടെ ഉണ്ടെന്ന് ആ കുട്ടിക്ക് അറിയായിരുന്നു. ഹി ഹാഡ് നെവർ സീൻ ദ റിവർ വിത്ത് ഹിസ് ഓൺ ഐസ്, ബട്ട് ഫ്രം ദ വില്ലേജേഴ്സ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്, ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ് ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്ക്. ഈ കുട്ടി ഒരിക്കലും അവൻ്റെ കണ്ണുകൾ വെച്ചിട്ട്, അല്ലെ, ഓൺ ഐസ്, അവൻ്റെ കണ്ണുകൾ വെച്ചിട്ട് അവൻ ഒരിക്കലും ഈ നദി കണ്ടിട്ടില്ല. പക്ഷേ അവൻ ഈ വില്ലേജേഴ്സ് പറഞ്ഞിട്ട്, ആ നാട്ടുകാരും ഗ്രാമവാസികൾ പറഞ്ഞ് ഈ നദിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ നദിയെക്കുറിച്ച് കേട്ടിരിക്കുന്നത്? അതിനകത്തെ മീനുകളെക്കുറിച്ചും അവിടെയുള്ള പാറകളെക്കുറിച്ചുമാണ് ഈ കുട്ടി കേട്ടിട്ടുള്ളത്. ഹി വിഷ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി. ഈ കുട്ടിയുടെ ആഗ്രഹം എന്തായിരുന്നു? ആ നദിയിലെ വെള്ളം സ്വന്തം കൈകൊണ്ട് തൊട്ട് അതിനെ കുറച്ചുകൂടി അടുത്തറിയാൻ, പേഴ്സണലി അറിയാനായിരുന്നു ഈ കുട്ടിയുടെ ആഗ്രഹം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ? എന്താണ് ബോയെ നദി കാണുന്നതെന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത്? മൗണ്ടൻ അല്ലേ? മൗണ്ടൻ ആണ് ബോയെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. He stood in front of his house on the hill opposite to the mountain and gazed across the valley, dreaming of the river. അപ്പോൾ ഈ കുട്ടിയുടെ വീട് എവിടെയായിരുന്നു? ഈ മലയുടെ ഓപ്പോസിറ്റായിട്ട് ഒരു കുന്നുണ്ടായിരുന്നു. ഈ കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ കുട്ടിയുടെ വീട്. ആൻഡ് ഗേസ്ഡ് അക്രോസ് ദ വാലി. വാലി എന്താണ്? വാലി എന്ന് വെച്ചാൽ എന്താണ്? ഈ താഴ്വാരം, ഈ മലയുടെയും കുന്നിൻ്റെയും ഒക്കെ താഴെയുള്ള താഴ്വാരത്തിനാണ് നമ്മൾ വാലി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി ഗേസ് എന്ന് വെച്ചാൽ നോക്കുക. ഈ കുന്നിൻ്റെ മുകളിൽ അവൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്നിട്ട് അവൻ നോക്കുമായിരുന്നു. എങ്ങോട്ട്? മലയുടെ ഭാഗത്തോട്ട്. എന്ത് സ്വപ്നം കണ്ടുകൊണ്ടാണ് നോക്കുന്നത്? ആരെ സ്വപ്നം കണ്ടിട്ട്? റിവറിനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ കുട്ടി നോക്കുന്നത്. He was about 12 years old, a sturdy boy with untidy black hair and shining black eyes. ഈ കുട്ടിക്ക് ഏകദേശം ഒരു 12 വയസ്സ് പ്രായം പറയും. എ സ്റ്റേഡി ബോയ്. സ്റ്റേഡി എന്ന് വെച്ചാൽ എന്താ? നല്ല ശക്തിയുള്ളൊരു കുട്ടിയായിരുന്നു, നല്ല അത്ലറ്റിക് ആയിട്ട് ഉള്ള കുട്ടിയായിരുന്നു. വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. അൺടൈഡി എന്ന് വെച്ചാൽ എന്താ? ഒതുക്കി വെച്ചിട്ടില്ലാത്ത കറുത്ത മുടികളായിരുന്നു. പിന്നെന്താ? കറുത്ത തിളങ്ങുന്ന കണ്ണുകളുണ്ടായിരുന്നു ഈ കുട്ടിക്ക്. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ് ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ. ഈ കുട്ടിക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ. അവൻ്റെ സ്കിൻ കോംപ്ലെക്ഷൻ, സ്കിൻ കളർ എന്തായിരുന്നു? ബ്രൗൺ ആയിരുന്നു. ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വെർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. പക്ഷേ ഇവൻ്റെ കൈകളും കാലുകളും നല്ല പരുക്കനായിട്ടുള്ള, റഫായിരുന്നു, ഹാർഡായിട്ടുള്ള കൈയായിരുന്നു. പിന്നെന്താ? സ്ക്രാച്ച്ഡ്. പൊട്ടലും പോറലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ കുട്ടി അത്ലറ്റിക് ആണ്, സ്റ്റേഡി ആണെന്ന് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാവാം ഈ കുട്ടിയുടെ കയ്യിലും കാലിലും ഒക്കെ പൊട്ടലും പോറലുകളോ അല്ലേ? He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. Barefooted എന്ന് വെച്ചാൽ എന്താ? നഗ്നപാദൻ. അവൻ കാലിൽ ചെരുപ്പൊന്നും ധരിച്ചിട്ടില്ലായിരുന്നു. Not because he couldn't afford it. അവന് വാങ്ങാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. But he liked the feel of warm stones and cool grass. ആ കുട്ടിക്ക് എന്തായിരുന്നു ഇഷ്ടം? കല്ലുകളുടെ ഇളം ചൂടും ഈ പുല്ലിൽ നമ്മൾ നടക്കുമ്പോഴുള്ള ഫീലിങ്ങുമാണ് ഈ കുട്ടിക്ക് ഇഷ്ടം, അല്ലേ? ഈ പിക്ചർ നോക്കിയാൽ നമ്മൾ പുല്ലിൽ കാല് വയ്ക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് ഉണ്ടാവും, അല്ലേ? ആ ഫീലിംഗ് ഈ കുട്ടിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഈ കുട്ടി ചെരുപ്പൊന്നും ധരിക്കാതെ നടന്നിരുന്നത്. ഓക്കെ.
ഇനി ഇവിടെ ഒരു സൈഡിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കത് നോക്കാം. വാട്ട് ഡിഡ് ദ ബോയ് ഹിയർ അബൌട്ട് ദ റിവർ ഫ്രം ദ വില്ലേജസ്? എന്താണ് ഈ കുട്ടി കേട്ടിരിക്കുന്നത്? മുകളിലൊരു പാരഗ്രാഫ് ഉണ്ടല്ലേ. ഫ്രം ദ വില്ലേജേഴ്സ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്. എന്താണ് കുട്ടി കേട്ടിരിക്കുന്നതിൻ്റെ ആൻസർ എന്താണ്? ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ് ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്ക്. ആ റിവർ, മലയ്ക്കപ്പുറം റിവർ ഉണ്ടെന്നും അതിലെ മീനുകളെക്കുറിച്ചും പാറകളെക്കുറിച്ചുമാണ് ഈ കുട്ടി വില്ലേജസിൽ നിന്ന് കേട്ടിട്ടുള്ളത്. Next, it was 11 o'clock and he knew his parents wouldn't return home till evening. അപ്പോൾ ഏകദേശം 11 മണി സമയം. ആൻഡ് ഈ കുട്ടിക്ക് എന്തറിയായിരുന്നു? അവൻ്റെ അച്ഛനും അമ്മയും എവിടെ പോയിരിക്കുകയാണ്, അപ്പം വൈകുന്നേരം ആവുന്ന വരെ അവർ തിരിച്ചു വരില്ല എന്ന് ഈ കുട്ടിക്ക് അറിയായിരുന്നു. There was a loaf of bread he could take with him and on the way he might find some fruits. അപ്പോൾ നമുക്ക് ഈ ലൈൻ വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? ഈ കുട്ടി എന്താ പ്ലാൻ ചെയ്യുന്നത്? റിവർ കാണാൻ പോകാനുള്ള പ്ലാൻ ആണല്ലേ. There was a loaf of bread എന്ന് വെച്ചാൽ നമ്മൾ സ്ലൈസ് ചെയ്യാത്ത, ഇവിടെ പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ സ്ലൈസ് ചെയ്യാത്ത ബ്രെഡിനാണ് ലോഫ് ഓഫ് ബ്രെഡ് എന്ന് പറയുന്നത്. അവനെ കൂടെ കൊണ്ടുപോകാൻ ഒരു ലോഫ് ഓഫ് ബ്രെഡ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൺ ദ വേ ഹി മൈറ്റ് ഫൈൻഡ് സം ഫ്രൂട്ട്സ്. അവൻ പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സും കണ്ടുപിടിക്കുന്നതാണ് ഇവൻ വിചാരിക്കുന്നത്. ഹിയർ വാസ് ദി ഓപ്പർച്യൂണിറ്റി ഹി ഹാഡ് വെയിറ്റഡ് ഫോർ. ഇവൻ കാത്തിരുന്ന ആ ഒരു അവസരം എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അവസരം. ഹിസ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സ് ഫോർ ദി എൻറ്റയർ ഡേ ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ. ഇവൻ്റെ അച്ഛനും അമ്മയും എവിടെയാണ് പോയിരിക്കുന്നത്? റിലേറ്റീവ്സിനെ കാണാൻ, ബന്ധുക്കളെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. മുഴുവൻ ദിവസത്തേക്കുമാണ് അവർ പോയിരിക്കുന്നത്. ഈ കുട്ടിയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണ് പോയത്. ഇഫ് ഹി കെയിം ഹോം ബിഫോർ ഡാർക്ക് ബിഫോർ ദേ റിട്ടേൺഡ് ദേ വുഡന്റ് നോ വെയർ ഹിഡ് ബിൻ. ഈ കുട്ടി എന്താണ് വിചാരിക്കുന്നത്? ഞാൻ ഇരുട്ടിന് മുമ്പ് വീട്ടിലെത്തിയ, അതായത് എൻ്റെ അച്ഛനും അമ്മയും തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയി എന്നവർക്ക് അറിയാനൊരു ചാൻസും ഇല്ല. ഹി വെൻറ്റ് ഇൻ ടു ദ ഹൗസ് ആൻഡ് റാപ്പ് ദ ലോഫ് ഇൻ എ ന്യൂസ് പേപ്പർ. റാപ്പ് എന്ന് വെച്ചാൽ എന്താ? പൊതിക. അവൻ ഈ ലോഫ് ഓഫ് ബ്രെഡ് എടുത്ത് ഒരു ന്യൂസ് പേപ്പറിൽ പൊതികയാണ്. ദെൻ ഹി ക്ലോസ്ഡ് ഓൾ ദ ഡോർസ് ആൻഡ് വിൻഡോസ്. നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുട്ടിയാണല്ലേ അവൻ. എന്നിട്ട് വീടിലെ എല്ലാ വാതിലും ജനലുകളും അടച്ചു. The path to the river dropped steeply into the valley. ഇനി ഈ നദിയിലേക്കുള്ള വഴി സ്റ്റീപ്ലി എന്ന് വെച്ചാൽ എന്താണ്? കുത്തനെയുള്ള വഴിയായിരുന്നു. ഇപ്പോൾ ഇവിടെ പിക്ചറിൽ നോക്കുക, ഈ കുന്നിൽ നിന്ന് താഴോട്ടുള്ള വഴി എന്താണ്? ഇങ്ങനെ കുത്തനെയുള്ള വഴിയാണ് അല്ലേ, ഇതിനാണ് സ്റ്റീപ്പ് എന്ന് പറയുക. ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്പ് സ്റ്റീപ്ലി ഇൻ ടു ദ വാലി. കുത്തനെ പോയിട്ട് എവിടെയാണ് എത്തിച്ചേരുന്നത്? ഈ വാലിയിലാണ് എത്തുന്നത്. ദെൻ റോസ് ആൻഡ് വെൻറ്റ് അറൗണ്ട് ദ ബിഗ് മൗണ്ടൻ. പിന്നെന്താ? വീണ്ടും കയറ്റാണ്. റോസ് അല്ലേ, റോസ് എന്ന് പറയുമ്പോൾ വീണ്ടും കയറ്റാണ്. എങ്ങോട്ട്? മലയുടെ ഭാഗത്തോട്ടല്ലേ. അപ്പം പിന്നെ വഴി കയറിയിട്ട് മലയുടെ ചുറ്റുമാണ് പോകുന്നത്. ഇറ്റ് വാസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദ വില്ലേജേഴ്സ്. ഫ്രീക്വൻ്റ്ലി എന്ന് വെച്ചാൽ കൂടെ, ഈ വഴി കൂടെ ഉപയോഗിച്ചിരിക്കുന്നത് ആരായിരുന്നു? വില്ലേജേഴ്സ് ആയിരുന്നു. പിന്നെ ദ വോട്ട് കട്ടേഴ്സ്, മരം വെട്ടുകാരൻ, മിൽക്ക് മെൻ, പാൽക്കാരൻ, ആൻഡ് ദ മ്യൂൾ ഡ്രൈവേഴ്സ്. മ്യൂൾ എന്താണ്? കോവർ കഴുത. ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. മ്യൂൾ ഡ്രൈവേഴ്സ് കൂടിയാണ് ഈ വഴി യൂസ് ചെയ്തിരുന്നത്. ബട്ട് ദെർ വർ നോ വില്ലേജസ് ബിയോണ്ട് ദ മൗണ്ടൻ ഓർ നിയർ ദ റിവർ. പക്ഷേ ഈ മല കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വില്ലേജും ഇല്ല, ഒരു ഗ്രാമവും അവിടെ ഇല്ല. ഈ നദിയുടെ അടുത്തായിട്ടും ഒരു വില്ലേജും ഇല്ല. The boy passed a woodcutter and asked him how far it was to the river. ഈ ബോയ് ഇങ്ങനെ നടന്ന് പോവാണ്. അപ്പോൾ ആരെയാണ് കാണുന്നത്? ഒരു വുഡ് കട്ടറിനെ, ഒരു മരം വെട്ടുകാരനെ കാണും. എന്നിട്ട് അയാളോട് എന്താ ചോദിക്കുന്നത്? നദിയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നല്ലേ. How far it was to the river. The woodcutter was a short but powerful man. അപ്പോൾ ഈ വുഡ് കട്ടർ ആരായിരുന്നു? ഒരു ഷോർട്ടായിട്ടുള്ള, ഒരു ഹൈറ്റ് കുറഞ്ഞ ബട്ട് നല്ല പവർഫുൾ, ശക്തിയുള്ളൊരു മനുഷ്യനായിരുന്നു. വിത്ത് എ ക്രീസ്ഡ് ആൻഡ് വെതേർഡ് ഫേസ്. ക്രീസ്ഡ് എന്ന് വെച്ചാൽ എന്താ? ചുരുങ്ങി ചുളിവുകളുള്ള, റിങ്കിൾഡ് ആയിട്ടുള്ള ഫേസ്. വെതേർഡ് ഫേസ് എന്ന് വെച്ചാൽ എന്താണ്? വെതേർഡ് എന്ന് വെച്ചാൽ ടയേർഡായിട്ട്, നമ്മൾ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കരുവാളിക്കില്ലേ, നമ്മൾ ടയേർഡായിട്ടുള്ള ഒരു ഫേസിനെയാണ് നമ്മൾ എന്താ പറയുക? വെതേർഡ് ഫേസ് എന്ന് പറയുന്നത്. വാടിയ മുഖം. ആൻഡ് മസിൽസ് ദറ്റ് സ്റ്റൂഡ് ഔട്ട് ഇൻ ഹാർഡ് അഗ്ലി ലംസ്. അപ്പോൾ ഈ മരം വെട്ടുകാരന് മസിൽസ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ലംസ് എന്ന് വെച്ചാൽ ഇങ്ങനെ മുഴ പോലെ. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ ഒരു വുഡ് കട്ടറിന് നമുക്ക് മസിൽസ് കാണുന്നില്ലേ, ലംസ് ആയിട്ട്, അതായത് മുഴ പോലെ നിൽക്കുന്ന മസിൽസ് ഇല്ലേ, അതാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ വുഡ് കട്ടർ ഇനി എന്താണ് റിപ്ലൈ കൊടുക്കുന്നത്? 7 miles, 7 മൈലാണ് ദൂരം. വിച്ച് വാസ് ഫെയർലി ആക്യുറേറ്റ്. വൈ ഡു യു വോണ്ട് ടു നോ? അപ്പോൾ ഈ 7 miles ദൂരം ഫെയർലി ആക്യുറേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഏകദേശം കൃത്യമായൊരു ദൂരം തന്നെയാണ് ഈ വുഡ് കട്ടർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. വൈ ഡു യു വോണ്ട് ടു നോ? നിനക്ക് എന്താ അതറിഞ്ഞിട്ട് ആവശ്യം എന്ന് ചോദിക്കും വുഡ് കട്ടർ. ഐ എം ഗോയിങ് ടു ദ റിവർ സെഡ് ദ ബോയ്. ഈ കുട്ടി എന്താണ് പറയുക? ഞാൻ നദിയിലോട്ട് പോവുകയാണ്. അലോൺ, ഒറ്റയ്ക്കോ?
ഓഫ് കോഴ്സ്, തീർച്ചയായും എന്ന് പറയും കുട്ടി. ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ. ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദെയർ ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്. അപ്പോൾ വുഡ് കട്ടർ എന്താണ് പറയുന്നത്? ഈ നദി വളരെ ദൂരെയാണ്, നിനക്ക് അവിടെ എത്തിച്ചേരാൻ 3 മണിക്കൂറും എടുക്കും, പിന്നെ നിനക്ക് തിരിച്ചും വരണം. ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്. ആ സമയമാകുമ്പോഴത്തേക്കും ഇരുട്ടാവും. ബിസൈഡ്സ് ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി റോഡ്. അതിലുപരി എന്താണ്, ഇതൊരു എളുപ്പ വഴിയല്ല, കുറച്ച് കാടൊക്കെ പിടിച്ച വഴിയാണല്ലേ. ഓക്കെ. ബട്ട് ഐ എം എ ഗുഡ് വാക്കർ. ഈ കുട്ടി എന്താണ് പറയുക? ഞാൻ നന്നായിട്ട് നടക്കും, സെഡ് ദ ബോയ്. ദോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് സ്കൂൾ. പക്ഷേ ഈ കുട്ടി ആകെ നടന്ന് പരിചയമുള്ളത് എത്രയാണ്? അവൻ്റെ വീടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം മാത്രമേ അവന് നടന്ന് പരിചയമുള്ളൂ. പക്ഷേ എന്നാലും ഈ കുട്ടി കള്ളം പറയുകയാണ്, ഐ എം എ ഗുഡ് വാക്കർ എന്ന്. ദ പാത്ത് വാസ് സ്റ്റീപ്പ്. നമ്മൾ നോക്കി കുത്തനെയുള്ള വഴിയായിരുന്നു. ആൻഡ് ദ ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദ ടൈം. നമുക്ക് ആ പിക്ചർ ഒന്നുകൂടെ നോക്കാം. കുത്തനെയുള്ള വഴിയിലൂടെ നമ്മളിങ്ങനെ ഓടാൻ ശ്രമിച്ചാൽ എന്താണ്, നടക്കാൻ ശ്രമിച്ചാൽ നമ്മൾ മിക്കവാറും ഓട്ടം തന്നെ ആയിരിക്കും അല്ലേ. നമുക്ക് ഈസി ആയിട്ട് നടക്കാൻ പറ്റില്ല. ഇറ്റ് വാസ് എ ഡിസി വൈൻഡിങ് പാത്ത്. ഡിസി എന്ന് വെച്ചാൽ എന്താണ്? തല കറക്കാൻ വരുത്തുന്ന. വൈൻഡിങ് എന്ന് വെച്ചാൽ വളഞ്ഞ് പൊളഞ്ഞ വഴിയായിരുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നോക്ക്. ഈ വഴി എങ്ങനെയാണ്? വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടുള്ള വഴിയാണ്. അപ്പോൾ നമുക്കിത് നടന്ന് എത്തുമ്പോഴത്തേക്ക് തല കറക്കവും ഒക്കെ തോന്നും. ആൻഡ് ഹി സ്ലിപ്ഡ് വൺസ് ഓർ ട്വൈസ്. സ്ലിപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? തെന്നി വീഴുക. അപ്പോൾ ഈ കുട്ടി 1-2 തവണ തെന്നി വീഴാനും ഇടയുണ്ടായി. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്. ഫേൺസ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ചെടിയായിരിക്കും. ഈ പിക്ചറാണ്, ഇതാണ് ഫേൺ. അപ്പോൾ ഈ കുന്നിൽ മുഴുവൻ എന്തായിരുന്നു? ഫേൺസ് ഉണ്ടായിരുന്നു. ആൻഡ് ദ ട്രീസ് വർ വോൺഡ് ഇൻ ക്രീപ്പേഴ്സ്. ഈ മരം മുഴുവൻ എന്തായിരുന്നു? ക്രീപ്പേഴ്സ് അല്ലെ, വള്ളിച്ചെടികളായിരുന്നു ഈ മരങ്ങൾ മുഴുവൻ. പിന്നെ ആൻഡ് എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ സഡൻലി റെഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ് ഫ്രം ദ ലീവ്സ് ആൻഡ് ഫേൺസ്. പെട്ടെന്ന് ആരാണ്? ഒരു ഗോൾഡൻ കളേർഡ് വൈൽഡ് ഡാലിയ പൂ അതിൻ്റെ തല ഇങ്ങനെ ഉയർത്തി വരികയാണ് ഈ ഇലയുടെയും ഫേൺസിൻ്റെയും ഒക്കെ ഇടയിലൂടെ. സൂൺ ദ ബോയ് വാസ് ഇൻ ദ വാലി. അങ്ങനെ ഈ കുട്ടി പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി താഴ്വാരത്തിലെത്തി. ആൻഡ് ദ പാത്ത് സ്ട്രെയിറ്റൻഡ് ഔട്ട് ഇൻ റോസ്. അങ്ങനെ നമ്മൾ നേരത്തെ നോക്കിയ പോലെ താഴ്വാരത്തിലെ പാത സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാതയാണ്. പിന്നെ അത് റോസ് എന്ന് വെച്ചാൽ വീണ്ടും കയറ്റമായി. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് കമ്മിങ് ഫ്രം ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ കുട്ടി ഒരു പെൺകുട്ടിയെ കാണുകയാണ്. അവൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ ഒരു പെൺകുട്ടി വരികയാണ്. അപ്പോൾ ആ കുട്ടി എന്താണ്? ഷീ ഹെൽഡ് എ ലോങ് കർവ്ഡ് നൈഫ് വിത്ത് വിച്ച് ഷീ ഹാഡ് ബിൻ കട്ടിങ് ഗ്രാസ്. ആ കുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു അരിവാൾ ഉണ്ടായിരുന്നു അല്ലേ, നമ്മൾ പുല്ലൊക്കെ വെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു അരിവാളും കൊണ്ടാണ് ഈ കുട്ടി വരുന്നത്. ദ ബാംഗിൾ ഷീ വോർ മെയ്ഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ്. അപ്പോൾ ഈ കുട്ടി എന്താണ്? വളകൾ ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വളകളുടെ ഒരു ചിൽ ശബ്ദം ഉണ്ടാവില്ലേ. അപ്പോൾ ഈ കുട്ടി സംസാരിക്കുമ്പോഴൊക്കെ, കൈ ഉപയോഗിച്ച് സംസാരിക്കുമ്പോഴൊക്കെ വള ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ശബ്ദം വരും. ആൻഡ് ഇറ്റ് വാസ് ദോ ആസ് ദ ഹാൻഡ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. അപ്പോൾ ഈ കുട്ടിക്ക് എന്താണ് തോന്നുന്നത്? ആ വളകളുടെ ശബ്ദം ആ വളകൾ സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അത് വളകൾ അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കുന്ന പോലെയാണ് ഈ കുട്ടിക്ക് തോന്നിയത്. ഹൗ ഫാർ ഇസ് ഇറ്റ് ടു ദ റിവർ ആസ്ക്ഡ് ദ ബോയ്. ഈ കുട്ടി എന്താണ് ചോദിക്കുന്നത്? വീണ്ടും നദിയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന്. The girl had obviously never been to the river, or she may have been thinking of another one, because she said 20 miles without any hesitation. ഈ പെൺകുട്ടി എന്താണ്? ഇങ്ങനെ പുല്ലൊക്കെ വെട്ടിക്കൊണ്ട് എന്താ പറയുക, 20 miles 20 മൈൽ ഒരു മടിയും കൂടാതെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ വുഡ് കട്ടർ എത്രയായിരുന്നു പറഞ്ഞത്? 7 miles അല്ലേ. അതിനർത്ഥം എന്താണ്? ഒന്നുകിൽ ഈ കുട്ടി ഒബ്വിയസ്ലി എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് കിട്ടി, ഒന്നുകിൽ നദിയിലോട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ ഈ കുട്ടി ചിന്തിക്കുന്നത് വേറെ ഏതോ നദിയെക്കുറിച്ചാണ്, കുറച്ചുകൂടെ ദൂരെയുള്ള ഏതോ നദിയെക്കുറിച്ചാണ് ഈ കുട്ടി ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ബോയ് ലാഫ്ഡ് ആൻഡ് റാൻ ഡൗൺ ദ പാത്ത്. അപ്പോൾ ഈ കുട്ടിക്ക് ചിരി വന്നു 20 miles എന്ന് കേട്ടപ്പോൾ അല്ലേ, തെറ്റായ ദൂരം പറഞ്ഞു കൊടുത്ത് ഈ കുട്ടിക്ക് മനസ്സിലായി. കുട്ടി ചിരിച്ചുകൊണ്ട് വഴിയിലൂടെ അങ്ങ് ഓടാൻ തുടങ്ങി. വീണ്ടും എ പാരറ്റ് സഡൻലി സ്ക്രീച്ച്ഡ് ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ് എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. അപ്പോൾ പെട്ടെന്ന് പാരറ്റ് ഉണ്ടാക്കുന്ന ശബ്ദത്തിനെയാണ് നമ്മൾ സ്ക്രീച്ച് എന്ന് പറയുക. പാരറ്റ് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അവൻ്റെ തലയ്ക്ക് മീതെ ഇങ്ങനെ താഴ്ന്ന് പറന്നു. എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന പാരറ്റിൻ്റെ പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടോ? പച്ചയും റെഡും അല്ലേ. അപ്പോൾ പെട്ടെന്നൊരു സാധനം പറന്ന് പോയി കഴിഞ്ഞാൽ നമുക്കത് പാരറ്റാണെന്നൊന്നും മനസ്സിലാവാൻ സമയം ഉണ്ടാവില്ല. ഒരു പച്ചയും റെഡും മാത്രമേ കാണാൻ പറ്റൂ അല്ലേ. അതാണ് എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. ദ ബേർഡ് ഡിസപ്പിയർഡ് അമംഗ്സ്റ്റ് ദ ട്രീസ്. അപ്പം ഈ പാരറ്റ് പറന്നിട്ട് എവിടത്തേക്ക് അപ്രത്യക്ഷമായി? മരങ്ങളുടെ ഇടയിലോട്ട് അങ്ങ് അപ്രത്യക്ഷമായി. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ്. ട്രിക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ഞാനിവിടെ സൈഡിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നമുക്ക്, പക്ഷേ എന്നാലും ഒന്നുകൂടെ അതിന്
നോക്കാം. ട്രിക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ തുള്ളിയായിട്ട് വരുന്ന വെള്ളത്തിനെയാണ് നമ്മൾ ട്രിക്കിൾ എന്ന് പറയാം. ഓക്കെ, ഈ ഇവിടെ കാണുന്നില്ലേ തുള്ളിയായി വരുന്ന വെള്ളം, ഇതാണ് ഈ ട്രിക്കിൾ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, a trickle of water came from the hillside. അപ്പോൾ ഇങ്ങനെ വെള്ളം തുള്ളിയായി ഒഴുകി വരികയാണ്. ആൻഡ് ദ ബോയ് സ്റ്റോപ്പ് ടു ഡ്രിങ്ക്. ഈ കുട്ടി നിന്നു. എന്തിനു വേണ്ടി? വെള്ളം കുടിക്കാൻ വേണ്ടി. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ് ബട്ട് വെരി റിഫ്രഷിങ്. ഈ വാട്ടർ നല്ല തണുത്ത, ഷാർപ്പ് എന്ന് വെച്ചാൽ നല്ല തരിപ്പുള്ള വെള്ളമായിരുന്നു, ബട്ട് വെരി റിഫ്രഷിങ്. അത് കുടിച്ചപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തോന്നി. ഹവെവർ ഇറ്റ് സീം ടു ഹാവ് ദി ഇഫക്റ്റ് ഓഫ് മേക്കിംഗ് ഹിം മോർ തേഴ്സ്റ്റി. പക്ഷേ വെള്ളം കുടിച്ചപ്പോഴെന്താണ് സംഭവിച്ചത്? അവന് വീണ്ടും ദാഹിക്കുന്ന പോലെ തോന്നാൻ തുടങ്ങി. തേഴ്സ്റ്റി എന്ന് വെച്ചാൽ ദാഹം. അപ്പോൾ നമുക്ക് ഓരോ സമയത്തൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് വെള്ളം കുടിച്ച് വീണ്ടും വെള്ളം കുടിക്കാൻ തോന്നിക്കൊണ്ടിരിക്കും. ആ അവസ്ഥയായി കുട്ടിക്ക്. ദ സൺ വാസ് സ്ട്രൈക്കിംഗ് ഓൺ ഹിസ് സൈഡ് ഓഫ് ദിസ് ഹിൽ. അപ്പോൾ ഈ സൂര്യൻ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഈ കുട്ടി എവിടെയാണോ നടന്നിരുന്നത് ആ ഭാഗത്ത്, ഈ കുട്ടി നടക്കുന്നതിൻ്റെ മേളിലായിട്ടാണ് സൂര്യൻ ഉണ്ടായിരുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഈ കുട്ടി ടയേർഡായിരുന്നു. ഓക്കെ, ആൻഡ് ദ ഡസ്റ്റി പാത്ത് ബിക്കെയിം ഹോട്ടർ. ഈ പൊടി പിടിച്ച ഈ വഴി ചൂട് കൂടിത്തുടങ്ങി. ദ സ്റ്റോൺസ് സ്ക്രോച്ചിങ് ദ ബോയ്സ് ഫീറ്റ്. ഈ കല്ലുകൾ ഇങ്ങനെ ചൂടായിട്ട് കുട്ടിയുടെ കാൽപാദങ്ങൾ പൊള്ളുന്നുണ്ടായിരുന്നു. ഹി വാസ് ഷുവർ ഹി ഹാഡ് ഗോൺ ഹാഫ് വേ. ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ഓവർ ആൻ അവർ. ഈ കുട്ടിക്ക് ഉറപ്പായിരുന്നു, ഞാൻ എന്തായാലും പകുതി ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞു, കാരണം ഞാൻ 1 മണിക്കൂറിലധികമായി നടക്കുന്നു അല്ലേ. Presently he saw another boy ahead of him driving a few goats down the path. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി വേറെ ഓപ്പോസിറ്റായിട്ടല്ല മുമ്പിലായിട്ട്, അഹെഡ് ഓഫ് ഹിം എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ മുമ്പിലായിട്ട് വേറൊരു ആൺകുട്ടീനെ കാണും. അവൻ ആടുകളെ മേഞ്ഞ് നടക്കുകയായിരുന്നു. How far is the river? he asked. The village boy smiled in a friendly way and said, Oh, not far, just round the next hill and straight down. ഈ വില്ലേജ് ബോയ്, നമ്മുടെ ആടിനെ മേയ്ക്കുന്ന കുട്ടി, ചിരിച്ചുകൊണ്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതിലെന്ത് പറയും, അധികം ദൂരമൊന്നുമില്ല, ജസ്റ്റ് അടുത്ത കുന്നുകൂടി ഒന്ന് കറങ്ങിക്കഴിഞ്ഞ് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നദിയിലോട്ട് എത്തും എന്ന് പറയും. The boy, feeling hungry, unwrapped his loaf of bread and broke it in halves, offering one portion to the village boy. ഈ കുട്ടിക്ക് അപ്പോൾ വിശക്കാൻ തുടങ്ങി. നമ്മുടെ കുട്ടിക്ക് അൺറാപ്ഡ് എന്ന് വെച്ചാൽ എന്താ? പൊതി അഴിച്ചു. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ പൊതി അഴിച്ചിട്ട് അതിനെ 2 കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പീസ് ആർക്ക് കൊടുത്തു? ഒരു പോർഷൻ ആർക്ക് കൊടുത്തു? നമ്മുടെ വില്ലേജ് ബോയ്ക്ക് കൊടുത്തു. They sat on the hillside and ate in silence. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ബ്രെഡും എടുത്തിട്ട് അവരെന്താണ്, കുന്നിൻ്റെ സൈഡിലിരുന്നിട്ട് സൈലൻസിലിരുന്ന് ഒന്നും സംസാരിക്കാതെ ഇരുന്നിട്ട് അവർ ആ ബ്രെഡ് കഴിച്ചു. 2 പേരും നല്ല വിശപ്പായിരിക്കുമല്ലോ, നല്ല ചൂടൊക്കെ ഉണ്ട്. When they had finished, they walked on together and began talking. The boy did not notice the smarting of his feet and the heat of the sun and the distance he had yet to cover. അപ്പോൾ ഈ കുട്ടി, ഇവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവരെന്താണ്, ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് അങ്ങ് നടക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ സംസാരിച്ച് നടക്കുമ്പോൾ നമുക്ക് എത്ര ദൂരം നമ്മൾ ട്രാവൽ ചെയ്തുവെന്നോ, എത്ര ദൂരം ഇനി കടക്കാനുണ്ടെന്നോ, കാല് വേദനിക്കുന്നുണ്ടോ, കാല് പൊള്ളുന്നുണ്ടോ, സൂര്യൻ്റെ ചൂടോ ഒന്നും ഈ കുട്ടിക്ക് അറിയാൻ പറ്റുന്നില്ല അല്ലേ. സംസാരിച്ച് അവരങ്ങ് നടന്നു പോവാണ്. ബട്ട് ആഫ്റ്റർ സം ടൈം ഹിസ് കമ്പാനിയൻ ഹാഡ് ടു ഡൈവേർജ്. കമ്പാനിയൻ ആരാണ്? ഈ കുട്ടി, വില്ലേജ് ബോയ്, ഫ്രണ്ട് അല്ലേ. ഹാഡ് ടു ഡൈവേർജ് എന്ന് വെച്ചാൽ ഇനി വഴി മാറിപ്പോകാനുള്ള സമയത്തി. അലോങ് അനദർ പാത്ത് ആൻഡ് ദ ബോയ് വാസ് വൺസ് മോർ ഓൺ ഹിസ് ഓൺ. അങ്ങനെ ഈ കുട്ടി, നമ്മുടെ വില്ലേജ് ബോയ്ക്ക് വഴി മാറിപ്പോകേണ്ട സമയം വന്നു. നമ്മുടെ കുട്ടി വീണ്ടും ഒറ്റയ്ക്ക് നടക്കുകയാണ് ഇനി. ഹി മിസ് ദ വില്ലേജ് ബോയ്, ഹി കുഡ് നോട്ട് ബി സീൻ. ഈ കുട്ടിക്ക് നമ്മുടെ വില്ലേജ് ബോയ് പോയ ഉടനെ വില്ലേജ് ബോയിനെ മിസ് ചെയ്യാൻ തുടങ്ങി. അവനെ കാണാൻ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ ഫ്രം ദ വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടൻ. ഈ കുട്ടിക്ക് അവൻ്റെ സ്വന്തം വീട്, കുന്നിൻ്റെ മുകളിലുള്ള ആ വീടും എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നില്ല. കാരണം ഇവൻ വളരെ ദൂരെ വന്നിരിക്കുകയാണ്. അവൻ്റെ വീട് പോലും കാണാൻ പറ്റുന്നില്ല. ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ് ഈദർ. ഈ നദിയും കാണാൻ പറ്റുന്നില്ല, ഇവൻ്റെ വീടും കാണാൻ പറ്റുന്നില്ല, വില്ലേജ് ബോയേയും കാണാൻ പറ്റുന്നില്ല, നദിയും കാണാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ. ദ റിവർ വാസ് നോട്ട് ഇൻ അടുത്ത ലൈനാണ്. ഹി ബിഗാൻ ടു ഫീൽ ഡിസ്കറേജ്. ഈ കുട്ടിക്ക് മോട്ടിവേഷനൊക്കെ പോയി. അയ്യോ, ഇനി നടന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ തോന്നാൻ തുടങ്ങി. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ് ദ ബ്രെഡ്, ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റർ. അപ്പോൾ ഈ കുട്ടിക്ക് ബ്രെഡ് കഷ്ണം തീർത്തതിലും വിഷമായി. കാരണം ഇനി എനിക്ക് വിശന്നാലോ, ഇനി എനിക്കത് വീണ്ടും വിശയ്ക്കുമ്പോൾ ആവശ്യം വന്നാലോ. പക്ഷേ അവൻ്റെ ബ്രെഡൊക്കെ അവൻ കഴിച്ച് തീർത്തു അല്ലേ, വില്ലേജ് ബോയ്ക്കൊക്കെ ഷെയർ ചെയ്തിട്ട്. ഹി വാസ് ഡിറ്റർമിൻഡ് ടു സീ ദ റിവർ. പക്ഷേ ഈ കുട്ടിക്ക് നല്ലൊരു
ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു, നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു, ഇല്ല ഞാൻ കണ്ടിട്ടേ പോകുന്നായിരുന്നു ഈ കുട്ടി അല്ലേ. ഹി വാക്ക്ഡ് ഓൺ അലോങ് ദ ഹോട്ട് ഡസ്റ്റി സ്റ്റോണി പാത്ത്. അപ്പോൾ ഈ കുട്ടി നടക്കാൻ തുടങ്ങി, നല്ല ചൂടും പൊടി പിടിച്ച കല്ലുകൾ നിറഞ്ഞ പാതയിലൂടെ ഈ കുട്ടി നടക്കാൻ തുടങ്ങി. പാസ്റ്റ് മഡ് ഹട്ട്സ് ആൻഡ് ടെറസ്ഡ് ഫീൽഡ്സ്. മഡ് ഹട്ട് എന്താണ്? മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടിൽ. ഇവിടെ പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. മഡ് ഹട്ടും ടെറസ്ഡ് ഫീൽഡ് എന്താണ്? ഇങ്ങനെ ഈ സ്റ്റെപ്പ് പോലെ ഇരിക്കുന്ന ഫീൽഡില്ലേ, ഇതിനെയാണ് ടെറസ്ഡ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി ഇതൊക്കെ കടന്ന് പിന്നെന്താ, ഓൺലി ഫോറസ്റ്റ് ആൻഡ് സൺ ആൻഡ് ലോൺലിനെസ്, ഇതൊക്കെ കടന്ന് ഈ കുട്ടി വന്നിരിക്കുക. ഇനിയിപ്പോൾ ആരാ ഉള്ളത്? കാടും സൂര്യനും ഒറ്റപ്പെടലായിരുന്നു. ഈ കുട്ടി ഒറ്റയ്ക്കായിരുന്നു. നൗ ദെർ വാസ് നോ മാൻ ഓർ എനി സൈൻ ഓഫ് മാൻസ് ഇൻഫ്ലുവൻസ്. ഇനി ഒരു മനുഷ്യനെ കാണാൻ കിട്ടുന്നില്ല. ഇവിടെ ഒരു മനുഷ്യൻ വന്നു പോയതിൻ്റെ ഒരു സൈൻ പോലും കാണാൻ പറ്റുന്നില്ല. ഓൺലി ട്രീസ് ആൻഡ് റോക്സ് ആൻഡ് ദ ബ്രാമ്പിൾ ആൻഡ് ദ ഫ്ലവേഴ്സ്, ഓൺലി സൈലൻസ്. ആകെ എന്താണ് ഈ കുട്ടിക്ക് കാണാൻ പറ്റുന്നത്? മരങ്ങളും പാറകളും. ബ്രാമ്പിൾ എന്ന് വെച്ചാൽ മുൾച്ചെടികൾ, ഈ ബ്ലൂബെറി ഒക്കെ ഉണ്ടാവുന്ന ചെടിയില്ലേ, മുൾച്ചെടി. ഇവിടെ ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ട് നോക്ക്. ഇതാണ് ബ്രാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ഫ്ലവേഴ്സ്, ഓൺലി സൈലൻസ്. പിന്നെ പൂക്കളും നിശബ്ദതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദ സൈലൻസ് വാസ് ഇംപ്രസീവ് ആൻഡ് ലിറ്റിൽ ഫ്രൈറ്റനിങ്. ഈ സൈലൻസ് വളരെ നല്ലതായിരുന്നു, നല്ല നമുക്കിങ്ങനെ സർപ്രൈസ്ഡ് ആവുന്ന, വാവും തോന്നുന്ന ഒരു സൈലൻസ് ആയിരുന്നു. പക്ഷേ പേടിപ്പെടുത്തുന്നൊരു സൈലൻസും കൂടെ ആയിരുന്നു. കാരണം ആരും ഇല്ല അല്ലേ, കാടിൻ്റെ ഇടയിലൊക്കെ പോയാൽ ആ ഒരു നിശബ്ദതയിൽ നമുക്ക് എന്തായാലും ഒരു പേടി തോന്നും. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. ഇറ്റ് വാസ് സൈലൻസ് ഓഫ് സ്പേസ്, ഓഫ് ദി അൺനോൺ, ദ സൈലൻസ് ഓഫ് ഗോഡ്. അപ്പോൾ ഈ നിശബ്ദത എന്തായിരുന്നു വ്യത്യാസം? നമ്മളൊരു റൂമിലിരുന്നാലും ഒരു സ്ട്രീറ്റിലിരുന്നാലും നമ്മൾ എല്ലാ ലൈറ്റും ഫാനും ഒക്കെ ഓഫാക്കിയിട്ട് ഒരു ടി വി ഒക്കെ ഓഫ് ചെയ്തിരുന്നാലും നമുക്ക് പുറത്ത് വണ്ടികൾ പോകുന്ന ശബ്ദം, കാറ്റിൻ്റെ ശബ്ദം എന്തൊക്കെയോ കേൾക്കാൻ പറ്റും അല്ലേ. അത് നമുക്ക് പ്രോപ്പർ സൈലൻസ് ആയിട്ട് തോന്നില്ല. പക്ഷേ ഈ കാടിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടിക്ക് ഒരു വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. ഒന്നും അറിയില്ല, ജസ്റ്റ് കാട്, നല്ല ഹ്യൂജ് സൈലൻസ് ആയിരുന്നു. സൈലൻസ് ഓഫ് ഗോഡ് എന്നാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദെൻ ആസ് ദ ബോയ് റൗണ്ടഡ് എ ഷാർപ്പ് ബെൻഡ് ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്. അങ്ങനെ ഒരു വലിയ വളവ് ഈ കുട്ടി കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നിശബ്ദത ശബ്ദമായി മാറി. ഒരു ശബ്ദം വരാൻ തുടങ്ങി. എ സഡൻ റോറിങ് സൗണ്ട്, ഒരു വലിയ ശബ്ദം. റോർ എന്ന് വെച്ചാൽ എന്താ, സിംഹം റോറിയ എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു വലിയൊരു ശബ്ദം. ദ സൗണ്ട് ഓഫ് ദ റിവർ. എന്തിൻ്റെ ശബ്ദമായിരുന്നു അത്? നമ്മുടെ നദി ഒഴുകുന്ന ശബ്ദമായിരുന്നു. ഫാർ ഡൗൺ ദ വാലി ദ റിവർ ടംബിൾഡ് ഓവർ റോക്സ്. അപ്പോൾ നമ്മുടെ നദി ഇങ്ങനെ പാറയുടെ മുകളിലേക്ക് കൂടെ ഒഴുകാൻ തുടങ്ങി. ദ ബോയ് ഗ്യാസ്പ്ഡ് എന്ന് വെച്ചാൽ ഒരു ശ്വാസം എടുത്തു ഈ കുട്ടി അങ്ങനെ. ആൻഡ് ബിഗാൻ ടു റൺ. അവൻ ആ ഒരു നദി കണ്ട സന്തോഷത്തിൽ അങ്ങ് ഓടാൻ തുടങ്ങി. ഹി സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ്. അവൻ തെന്നി വീഴാനും ഒക്കെ തുടങ്ങി. ബട്ട് ഹീ സ്റ്റിൽ റൺ. എന്നാലും അവൻ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ദെൻ ഹി വാസ് ആങ്കിൾ ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൻ വാട്ടർ. എന്നിട്ട് ഈ കുട്ടി ആ നദിയിലേക്ക് അവൻ്റെ കാലുകളെ എടുത്ത് ഇറക്കി വെക്കുകയാണ്. പെയിൻഫുള്ളി കോൾഡ് എന്ന് എന്താ പറയുന്നത്, അത്രയ്ക്കും തണുത്ത വെള്ളം, നമുക്ക് കാല് വേദനിക്കുന്ന ടൈപ്പ് തണുത്ത വെള്ളമായിരുന്നു. ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. എന്നിട്ട് ഈ വെള്ളത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? അത് നീലയും വെള്ളയും ആയിരുന്നു, പിന്നെ അടിപൊളിയായിരുന്നു, വണ്ടർഫുൾ, മനോഹരമായിരുന്നു എന്നാണ് പറയുന്നത്. നല്ല സ്റ്റോറിയല്ലേ? എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊന്ന് ജസ്റ്റ് റൈറ്ററിനെ കുറിച്ചുകൂടെ വായിക്കാം. റസ്കിൻ ബോണ്ട് 1934 ജനിച്ചിരിക്കുന്നത്. ഈസ് എൻ ഇന്ത്യൻ റൈറ്റർ ഹു റൈറ്റ്സ് ഇൻ ഇംഗ്ലീഷ് സ്റ്റോറീസ് എഴുതുന്ന ഒരു ഇന്ത്യൻ റൈറ്ററാണ്. ഹി ഹാസ് റിട്ടൺ നോവൽസ് ആൻഡ് പോംസ് ആൻഡ് ഇസ് നോൺ മോസ്റ്റ്ലി ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളാണ് അധികം എഴുതിയിരിക്കുന്നത്. ആൻഡ് ഹി ഹാസ് മോർ ദാൻ 500 ഷോർട്ട് സ്റ്റോറീസ് ടു ഹിസ് ക്രെഡിറ്റ്. 500 ഏകദേശം കുഞ്ഞു കഥകളും എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.